ഉച്ചയ്ക്ക് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആകാശം കാണാനൊരു അവസരം. 126 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ലോകം. സമാനമായ ഒരു സൂര്യഗ്രഹണം ദൃശ്യമാകാൻ ഇനി 126 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അത്യപൂർവ സൂര്യഗ്രഹണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പകലിനെ രാവാക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉച്ചയ്ക്ക് 2:12 ആരംഭിച്ച് 2:22 സൂര്യഗ്രഹണം അവസാനിക്കും. കാനഡ, US, മെക്സിക്കോ, വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സൂര്യഗ്രഹണം ദൃശ്യമാകും. എന്നാൽ ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല. സൂര്യഗ്രഹണ സമയത്ത് വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഇരുട്ടിലാകുമെന്നും സന്ധ്യയ്ക്ക് സമാനമായ പ്രകാശമാകും അവിടെ അനുഭവപ്പെടുക എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്ന് കാനഡയിലേക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം വ്യാപിക്കും. നക്ഷത്രങ്ങൾ പോലും ദൃശ്യമാകാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവ ദർശിക്കാൻ സാധിക്കും. ഏപ്രിൽ 8 ഇന്ത്യൻ സമയം രാത്രി 9:13 മുതൽ ഏപ്രിൽ 9 വെളുപ്പിന് 2:22 വരെയാണ് ലോകത്തെ വിവിധയിടങ്ങളിൽ സൂര്യഗ്രഹണം ദൃശ്യമാവുക. ഗ്രഹണ സമയത്ത് ആകാശം നിശ്ചിത സമയത്തേക്ക് ഇരുണ്ടതായിരിക്കും. ഏകദേശം 4 മിനിറ്റ് വരെ ഇരുണ്ട അവസ്ഥയിലാകും. മെക്സിക്കോയിൽ നിന്നാകും സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആരംഭിക്കുക. തുടർന്ന് US-ലും അറ്റ്ലാന്റിക് കാനഡയിലും പ്രതിഭാസം ദൃശ്യമാകും. ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയും ചന്ദ്രനെയും സൂര്യനെയും കുറിച്ച് പഠിക്കാനുള്ള അപൂർവ അവസരമാണത് എന്നാണ് നാസ വ്യക്തമാക്കിയിരിക്കുന്നത്. നഗ്നനേത്രങ്ങളാൽ നേരിട്ട് സൂര്യഗ്രഹണം വീക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പും ഗവേഷകർ നൽകുന്നുണ്ട്. ഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സുരക്ഷിതമല്ലാത്ത ലെൻസുകൾ ഉപയോഗിച്ച് ഗ്രഹണം കണ്ടാൽ കാഴ്ചയ്ക്ക് സാരമായ തകരാർ ഉണ്ടാകാം. അതിനാൽ സേഫ് സോളാർ വ്യൂവിംഗ് ഗ്ലാസ് ഉപയോഗിച്ചാണ് സൂര്യഗ്രഹണം വീക്ഷിക്കേണ്ടത്. സൂര്യഗ്രഹണം മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കരുത് എന്നും നാസയുടെ മുന്നറിയിപ്പുണ്ട്. സൂര്യഗ്രഹണം സ്മാർട്ട് ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് പകർത്തിയാൽ സെൻസറിന് കേടുപാടുകൾ സംഭവിക്കാം എന്നാണ് നാസ നൽകിയിരിക്കുന്ന വിശദീകരണം. സൂര്യഗ്രഹണം ഷൂട്ട് ചെയ്യുന്നതിന് കൃത്യമായ ഫിൽറ്റർ ഉപയോഗിക്കണം എന്ന നിർദ്ദേശവും നാസ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ എവിടെയെങ്കിലും 18 മാസത്തിലൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ട്. 100 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുക. 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാകും ഇത് എന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. 7.5 മിനിറ്റ് വരെ ഗ്രഹണം നീണ്ടു നിൽക്കും. 126 വർഷത്തിന് ശേഷമാകും ഇത്തരമൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം വീണ്ടും സംഭവിക്കുക. അരനൂറ്റാണ്ടിനിപ്പുറം സംഭവിക്കുന്ന ചരിത്രപ്രധാനമായ ഗ്രഹണം വീക്ഷിക്കാൻ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഒരുക്കിയിരിക്കുന്നത്. നേരിട്ട് കാണാൻ സാധിക്കാത്തവർക്കായി തത്സമയ ലൈവ് സ്ട്രീമിംഗും ഒരുക്കിയിട്ടുണ്ട്. നാസയുടെ ഔദ്യോഗിക യൂട്യൂബ് പേജിൽ 3 മണിക്കൂർ നേരത്തേക്ക് നിരവധി വടക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. അമേരിക്കയുടെ വടക്കു ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് സംപ്രേഷണം ചെയ്യുക. നാസയുടെ നിരവധി പരീക്ഷണങ്ങളും സൂര്യഗ്രഹണ സമയത്ത് നടക്കും. ഇവ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഈ സമയത്ത് സംപ്രേഷണം ചെയ്യുന്നതിനെക്കുറിച്ചും നാസ അറിയിച്ചിട്ടുണ്ട്. നാസ TV, നാസ വെബ്സൈറ്റ് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും സംപ്രേഷണം. ഇന്ത്യൻ സമയം രാത്രി 10:30 മുതൽ ഏപ്രിൽ 9 വെളുപ്പിന് 1:30 വരെയായിരിക്കും നാസയുടെ ലൈവ് സ്ട്രീമിംഗ് സംപ്രേഷണം ചെയ്യുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.